ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 1 കിലോ പച്ചമുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഉതിര് മുന്തിരിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മുന്തിരി ഉണക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. മുന്തിരി വാങ്ങിക്കാൻ നേരത്തുണ്ടല്ലോ, ഒരെണ്ണം അവരോട് വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ മധുരമുള്ളതാണെങ്കിൽ നമുക്ക് ഉണക്കാനായിട്ടൊക്കെ നല്ല മുന്തിരിയായിരിക്കും. പുളിയുള്ളതാണെങ്കിൽ പിന്നെ ഉണക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ മുന്തിരി നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലും കൂടെ ഇട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ മുന്തിരിയിൽ. അപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ മുന്തിരിയൊക്കെ കഴുകിയെടുക്കണം കേട്ടോ. കാരണം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വിഷാംശം ഉണ്ടെങ്കിലേ പോകാൻ വേണ്ടിയിട്ടേ. പിന്നെ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ മുന്തിരിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, മുന്തിരിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എല്ലാ വശത്തേക്കും അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഇളക്കുമ്പോഴും പിന്നെ വെന്ത് വരുമ്പോഴും മുന്തിരിയുടെ തൊലി പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ പരുവമായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. ഇപ്പോൾ പച്ച കളറൊക്കെ മാറിയിട്ട് ലൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടാ ഇത് കണ്ടോ. ഇപ്പോൾ ക്രീം കളറായി മുന്തിരി. എന്നിട്ട് നമുക്ക് ഒരു തിള വരുമ്പോൾ തന്നെ വേഗം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കോരി സ്റ്റീമറിലോട്ട് പകർത്തി വെക്കാം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് പോയി കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുള്ള ടൈമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലുണ്ടല്ലോ, നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നേരത്തും പിന്നെ പായസം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഈ കിസ്മിസ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിയാണ് കണ്ടോ. എന്നിട്ട് നമുക്ക് പാത്രത്തിലോട്ട് പകർത്തി ഉണ്ടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ 1 കിലോ മുന്തിരി വാങ്ങിച്ചിട്ട് എനിക്ക് 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ വെക്കാനുള്ള സ്ഥലം ഉണ്ടായത്. കാരണം ഒരു പാത്രത്തിലിട്ടിട്ട് അത് ഒത്തിരി ആയിപ്പോയി. അപ്പോൾ 2 പാത്രത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ഉണക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണക്കാൻ നേരത്തുണ്ടല്ലോ, അതിൻ്റെ മീതെ ഒരു നെറ്റ് പോലത്തെ ഒരു തുണിയൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാര്യം എന്താണെന്നോ, പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടേ. കട്ടിയുള്ള തുണിയൊന്നും ഇടരുത്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മുന്തിരി ഉണങ്ങി കിട്ടിയത് ഒരു 5 ദിവസം വരെ വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ. കാര്യം എന്താണെന്നോ, 2 ദിവസം മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വെയിലില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ചില ദിവസമൊക്കെ നല്ല വെയിലായിരിക്കും, ചില ദിവസം മഴക്കോള് കൊണ്ട് ആകെ മങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് വെയിലുള്ളപ്പോൾ നല്ല വെയിലത്ത് ഇത് ഉണക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മുന്തിരിയുടെ കളർ കണ്ടോ. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പോലത്തെ തന്നെയുള്ള കിസ്മിസ് ഇവിടെ കിട്ടി കേട്ടോ. നല്ല കിലീല സൗണ്ടാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ വാരി ഇടുമ്പോഴേ വേറെയുള്ള ശബ്ദം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസിൻസ് അഥവാ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.